ഭൂരിഭാഗം കേരളീയരെ സംബന്ധിച്ചിടത്തോളം കുംഭമേള എന്ന് പറയുന്നത് നേരിട്ടുള്ള അനുഭവമല്ല, മാധ്യമങ്ങളിലൂടെ വായിച്ചും കേട്ടും കണ്ടും ഒക്കെയുള്ള അറിവാണ്. നിശ്ചിത ഇടവേളകളിൽ വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ പുണ്യനദികളായി അറിയപ്പെടുന്ന ചില നദികളെ കേന്ദ്രീകരിച്ച് നടത്തിപ്പോരുന്ന തീർത്ഥാടന മഹാമേളകളാണ് കുംഭമേളകൾ. പണ്ടേ ഇവ ഉണ്ടെങ്കിലും ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവയ്ക്ക് പുതിയൊരു ഉണർവ് നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഇല്ല. ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ നടന്ന കുംഭമേളയ്ക്ക് കേന്ദ്ര സർക്കാരും UP സർക്കാരും ചേർന്ന് നൽകിയത് 7500 കോടി രൂപയാണ്. ഇപ്പോൾ കേരളത്തിലേക്കും ഒരു കുംഭമേള കടന്നു വന്നിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ടും ഓരോ ചിന്തിക്കുന്ന മലയാളിയുടെ ഉള്ളിലും പല സംശയങ്ങളും പല ചോദ്യങ്ങളും പല ആശങ്കകളും ഉണർത്തുന്നു. അവയിൽ പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഇങ്ങനെ ഒന്ന് അവതരിക്കാനുണ്ടായ സാഹചര്യം എന്താണ്, ഇതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്. ഇതിന് സത്യത്തിൽ കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരും പുരോഹിതവർഗവും അവരുടെ ശിങ്കിടികളും ചേർന്ന് നാടിൻ്റെ വിഭവങ്ങൾ മുഴുവൻ ചൂഷണം ചെയ്ത് അനുഭവിച്ച് അർമാദിച്ചിരിക്കുകയും ഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന വിവിധ തരം ജനവിഭാഗങ്ങൾ പല രീതിയിൽ അടിച്ചമർത്തപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ മൂല്യവ്യവസ്ഥയുടെ സൃഷ്ടിയായിട്ടുള്ള ഒരു മേളയ്ക്ക് ആധുനിക കേരളത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല തന്നെ. പക്ഷേ ഇത് കൊണ്ടുവരാനുണ്ടായ സാഹചര്യം എന്താണെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. അത് മറ്റൊന്നുമല്ല, ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്ക് എക്കാലത്തും അപ്രാപ്യമായ മേഖലയായിരുന്നു കേരളം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അവയ്ക്ക് അരങ്ങൊരുക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ അവരുണ്ടാക്കിയ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കേരളത്തിലെ കുംഭമേള എന്ന് കാണാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ഉത്സാഹിക്കുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ചില ആളുകൾ അവകാശപ്പെടുന്നത് കേരളത്തിൽ പണ്ട് നിലനിന്ന 18-ാം നൂറ്റാണ്ടോടുകൂടി ഇല്ലാതായ മാമാങ്കം എന്ന് പറയുന്നത് കുംഭമേളയായിരുന്നു. അത് പുനരുജ്ജീവിപ്പിക്കാൻ തങ്ങൾ ശ്രമിക്കുകയാണെന്നാണ്. ഇത് ശുദ്ധ അസംബന്ധമാണെന്നും കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന മാമാങ്കവും കുംഭമേളയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ചരിത്രകാരന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. തൽക്കാലം അതിൻ്റെ വിദഗ്ധ അപഗ്രഥനം നമുക്ക് അവർക്കായി വിട്ടുകൊടുക്കാം. എന്തായാലും മാമാങ്കം രാജാക്കന്മാർ നേതൃത്വം കൊടുത്തിരുന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു മേളയായിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. വടക്കേ ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വിധികൾക്കനുസരിച്ച് അവിടുത്തെ നദീതീരങ്ങളിൽ നടന്നു പോന്നിരുന്ന കുംഭമേളയ്ക്ക് മാമാങ്കവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. എന്തായാലും ഇത് കേരളത്തിൽ അരങ്ങേറി കഴിഞ്ഞു. ഇതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടും സ്വാഭാവികമായിട്ട് നമുക്ക് പല ആശങ്കകളും ഉണ്ടാകും. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നടന്നു വന്നിട്ടുള്ള കുംഭമേളകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് കാഷായധാരികളായ ആളുകൾക്ക് ആ ദിവസങ്ങളിൽ എന്തും ചെയ്യാനുള്ള അവകാശങ്ങൾ നൽകപ്പെടുന്നു എന്നുള്ളതാണ്. എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരിക്കുന്നു. കാവ്യവസ്ത്രം ധരിച്ച ഒരാൾ ഒരു വടിയുമായി ഓടി നടന്ന് വഴിയെ പോകുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ ആക്രമിക്കുന്നു. വേറൊരു സ്ഥലത്തൊരു സംഘം കാഷായധാരികൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരൊന്നും ധരിച്ചിട്ടില്ല. പൂർണ്ണമായും നൂൽബന്ധമില്ലാതെ സംഘം ചേർന്ന് നട്ടുച്ച നേരത്ത് നട റോഡിലൂടെ നടന്നു പോകുന്നു. ചില സ്ഥലങ്ങളിൽ മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലുള്ള ചേഷ്ടകളും വർത്തമാനങ്ങളും കേൾക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഏറ്റവും സാമാന്യമായ പരിസ്ഥിതി ബോധം പോലുമില്ലാതെ ചപ്പുചവറുകൾ വലിച്ചെറിയുന്നു. അങ്ങനെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരു രീതിയിൽ യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ മതത്തിൻ്റെ പേരിൽ അവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. അതൊക്കെ കേരളത്തിലും ആവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ശങ്ക. അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്താൽ അത് കേരളത്തിൻ്റെ ഒരു തീരാക്കളങ്കമായിരിക്കും. അത് വളരെ മോശപ്പെട്ട കീഴ്വഴക്കം സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ പൗരന്മാരാരെങ്കിലും നൂൽബന്ധമില്ലാതെ നട റോഡിലൂടെ നടന്നാൽ, മതസ്പർദ്ധ ഉളവാക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ ആംഗ്യവിക്ഷേപം നടത്തുകയോ ചെയ്താൽ, പരിസര മലിനീകരണം നടത്തിയാൽ, ക്രമസമാധാന ഭംഗം വരുത്തുന്ന രീതിയിൽ ആളുകളെ അകാരണമായി ആക്രമിക്കാൻ തുനിഞ്ഞാൽ എന്ത് നടപടികൾ അവർക്ക് മേലുണ്ടാകുമോ അതൊക്കെ തന്നെ ഇവരാരെങ്കിലും ഇങ്ങനെ കേരളത്തിൽ വന്ന് ചെയ്താൽ അവർക്ക് നേരെയും ഉണ്ടാകണം. നിയമവാഴ്ച എല്ലാവർക്കും ബാധകമാണ്.
ഭാരതീയ ന്യായ സംഹിതയും ഭരണഘടനയും എല്ലാ പൗരന്മാർക്കും ഒരുപോലെയാണ്. മതവാഴ്ചയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, അല്ലെങ്കിൽ നടക്കേണ്ടത്. ഇന്ത്യ ഒരു മതരാഷ്ട്രം അല്ല. അപ്പോൾ ഈ ഒരു ആശങ്കയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി ഇതൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ അതിനുശേഷം വരാനിരിക്കുന്ന ദിനങ്ങൾ കുറേ കൂടി വിചിത്രമായിരിക്കും. അതിലൊരു കാര്യം ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഇതിൻ്റെ ധനസഹായമാണ്. ഇപ്പോൾ കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് 7500 കോടി രൂപ സർക്കാരുകളിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. അതുപോലെയുള്ള സഹായ അഭ്യർത്ഥന ഇവരിൽ നിന്നുണ്ടാകാം. ചോദിക്കാൻ നിൽക്കാതെ തന്നെ കേന്ദ്ര സർക്കാർ കൊടുത്തു എന്നിരിക്കും. ഇപ്പോൾ തന്നെ കൊടുത്തു കഴിഞ്ഞോ എന്നറിയില്ല. അടുത്തപടി സംസ്ഥാന സർക്കാരിൻ്റേതാണ്. ഏതെങ്കിലും കക്ഷി മാറി വന്നാൽ പോലും തരില്ല എന്ന് കേരളത്തിൽ പറയുമെന്ന് തോന്നുന്നില്ല. അത് ഇവരുടെ തന്ത്രപരമായ അടുത്ത വിജയമായിരിക്കും. അങ്ങനെ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച്, അതായത് നമ്മുടെ എല്ലാവരുടെയും പണം ഉപയോഗിച്ച് കേരളത്തിൽ കൂടുതൽ തടിച്ച് കൊഴുത്തി വ്യാപിക്കാൻ സാധ്യതയുള്ള ഒന്നായിട്ടാണ് നമ്മൾ ഈ കുംഭമേളയെ കാണേണ്ടത്. ഒരു കാലത്ത് വളരെ പരിമിതമായ സ്ഥലങ്ങളിൽ ചില ക്ഷേത്ര പരിസരങ്ങളിൽ ഒതുങ്ങി നിന്ന പൊങ്കാലകൾ എങ്ങനെ കേരളം ഒട്ടാകെ വ്യാപിച്ചുവോ അതുപോലെ മിനി കുംഭമേളകൾ കേരളത്തിൽ ഒട്ടാകെ വ്യാപിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നിത് പേരാറിലാണെങ്കിൽ നാളെ പെരിയാറിൽ നടക്കാം, മറ്റ് പല സ്ഥലങ്ങളിലും നടക്കാം. അങ്ങനെ കേരളം മുഴുവൻ എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനോഹര കാലഘട്ടം ഇവിടെ ഉണ്ടാകുകയില്ല എന്നാരറിഞ്ഞു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ദുരന്തം, സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക പ്രത്യാഘാതം എത്ര വലുതായിരിക്കും എന്ന് പറയേണ്ടതില്ലല്ലോ. കാരണം എത്രയോ കാലം കൊണ്ട് പോരാടി നമ്മൾ നേടിയെടുത്തതാണ് ആധുനിക കേരളം. ആധുനിക കേരളം എന്ന് പറയുന്നത് ദൈവം സമ്മാനിച്ചതല്ല, പരശുരാമൻ മഴു എറിഞ്ഞു തന്നതല്ല, ഒരു മതാചാര്യനും നമുക്ക് അനുഗ്രഹിച്ച് ആശീർവദിച്ച് തന്നതല്ല. സ്വാതന്ത്ര്യ ബോധമുള്ള, അഭിമാനമുള്ള, മാനവിക ബോധമുള്ള, മതേതരത്വ വിശ്വാസികളായ, ശാസ്ത്രീയ ബോധമുള്ള എത്രയോ ആളുകൾ പോരാടി നേടിത്തന്നതാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ആധുനിക കേരളത്തിൻ്റെ തറ എന്ന് പറയുന്നത്. അവർ ചവിട്ടി ഒരുക്കി തന്ന ആ ഉറച്ച നിലത്തിന്മേലാണ് ആധുനിക കേരളീയൻ നിൽക്കുന്നത്. അത് പലപ്പോഴും ലോകത്തിന് തന്നെ പല മാതൃകകളും കാണിച്ചിട്ടുള്ളതാണ്. ആ നിലപാട് തറ ആധുനിക കേരളത്തിൻ്റേതായ, നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നതായ മാനവികതയുടെയും ശാസ്ത്രീയ ബോധത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റേതുമായ ആ നിലപാട് തറ ഒരു മതസംഹിതയ്ക്കും ഒരു മത പുനരുത്ഥാന വാദക്കാർക്കും വിട്ടുകൊടുക്കാനുള്ളതല്ല. അത് ആധുനിക കേരള പൗരന്മാർക്ക് അവകാശപ്പെട്ടതാണ്. കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിൽ അത് വരും തലമുറയ്ക്ക് നമ്മൾ കൈമാറാൻ ഉള്ളതുമാണ്. നമസ്കാരം.